യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ പ്രവീൺ വി ജെയിംസ് അവറുകൾ, CSDSൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ KK സുരേഷ് അവറുകൾ, അതുപോലെ വേദിയിൽ ആയിരിക്കുന്ന സെക്രട്ടറി ശ്രീ സുനിൽ K തങ്കപ്പൻ, ഇവിടുത്തെ നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ സന്ധ്യാസമയം ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ ഇടയായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എരുമേലിയിൽ നിന്ന് എനിക്കും ഇവിടെ വരെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിങ്ങൾക്ക് പിന്തുണ എന്നുള്ളതല്ല, ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് മേലുണ്ടായിട്ടുള്ള ഇരട്ട നീതി ഈ സമൂഹത്തിൽ, നമ്മുടെ വസിക്കുന്ന ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഇരട്ട നീതിക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. എന്നെപ്പോലെ തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളല്ലാതെ ഇരുന്നിട്ടും യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കിയുണ്ടായി. ഇപ്പം ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ശ്രദ്ധിക്കാനിടയായി. അവർ പറഞ്ഞത്, കർത്തവ്യനെ പറഞ്ഞാൽ ഇവിടെയുള്ള കർത്തവന്മാരെല്ലാം കൂടെ ഇളകി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള യാഥാർത്ഥ്യം വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ലഹരിയുടെ ഉപയോഗത്തെ നാം ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു സംഘടനയും ഒരു സഭയും. ലഹരിമുക്ത കേരളം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം സ്വപ്നമാണ്. വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സഭയാണെങ്കിലും സംഘടനയാണെങ്കിലും നൽകുന്നു. ആ നിലയിലേക്ക് പോകാതെ അവരെ നേരിൻ്റെ വഴിയിൽ, സത്യത്തിൻ്റെ വഴിയിൽ സമൂഹത്തിന് കൊള്ളാവുന്നവരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു വ്യക്തിയിലുള്ള കഴിവ്, ആ കഴിവിനെ നാം കാണേണ്ടിയിരിക്കുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ വളർച്ച, അവരുടെ കഴിവ്, കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള കഴിവിനെയൊക്കെയും നമ്മുടെ നാട് എന്നും വളർത്തിയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബഹുമാന്യനായ നിങ്ങളുടെ നേതാവ് ശ്രീ KK സുരേഷും ശ്രീ പ്രവീൺ ജെയിംസും ഒക്കെ ഇനി പ്രസംഗിക്കുമ്പോഴും പ്രസംഗിച്ചിട്ട് യാത്ര ചെയ്യുമ്പോഴും ഒക്കെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വാഹനത്തിലും ഒരു പക്ഷെങ്കിൽ ഒരു കുതി കഞ്ചാവ് കൊണ്ട് വയ്ക്കാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, അതിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ വരെയുള്ള കാര്യങ്ങളെ ഞാനും ആദ്യം ഇതിനകത്ത് പ്രതികരിക്കാൻ തയ്യാറായ ആളല്ല. കാരണം അവൻ്റെ ഭാഗത്തൊരു ഒഫൻസ് ഉണ്ട്, അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അവനത് ഏറ്റുപറഞ്ഞു. അവിടെ കൊണ്ട് ആ കേസ് അവസാനിക്കുന്നു, അല്ലെങ്കിൽ കേസ് കോടതി വഴി പോകട്ടെ. അടുത്ത കാര്യം എന്താണ് അവർ ചെയ്തത്? അടുത്ത കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ സുരേഷ് അവറുകൾ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്നൊരു കാര്യം പറയുന്നു, നാളെ മറ്റൊരു കാര്യം പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്, ആ ചെറുപ്പക്കാരന്റെ പാട്ടുകൾ തറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ തറച്ചു എന്നുള്ളതാണ്, എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തി എന്നുള്ളതാണ്. അത് അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ നാട്ടിൽ നിലനിൽക്കുന്ന വർണ്ണ വിവേചനം തീർച്ചയായിട്ടും അതിൽ കൃത്യമായ ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. ആ വർണ്ണ വിവേചനത്തിനെതിരെയുള്ള, ഇരട്ട നീതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുവാൻ CSDSന് സാധിക്കണമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും കൂട്ടമായിട്ട്, ഇനിയും ഇത് അവസാനിക്കുന്നില്ല എങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഈ കോട്ടയം പട്ടണം നമ്മുടെ എല്ലാവരുടെയും നിയറസ്റ്റ് ആയിട്ടുള്ള പട്ടണം, അതിനെ സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ സമരങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കും. അതിന് CSDSനൊപ്പം ഞാനും ഉണ്ടാവും, ഞങ്ങളും ഉണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി ഒരു കർത്തവനും ഇതുപോലെ അവഹേളിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ആവശ്യപ്പെടുകയാണ്, മോഹൻലാലിന്റെ വീട്ടിലേക്ക് പോയി റെയ്ഡ് നടത്തണം, ഇവിടുത്തെ പ്രമുഖരുടെ വീട്ടിലേക്ക് പോകണം. സിനിമാ നടന്മാരുണ്ടല്ലോ, ഷൈൻ ചാക്കോ അടക്കമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ എന്തുകൊണ്ട് റെയ്ഡ് നടത്തിയില്ല? അവിടെയൊക്കെ നടത്തണമായിരുന്നു. അതിന് സാധിക്കില്ല, അതിന് കഴിയുകയില്ല. അപ്പൊ ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇന്ന് പറഞ്ഞതിന്റെ വിപരീതമായ കാര്യമാണ് പിറ്റേ ദിവസം പറയുന്നത്. മന്ത്രി പറയുന്നത് എല്ലാം ഇന്ന് പറഞ്ഞു ഒന്ന്, നാളെ പറയുന്നത് വേറൊന്ന്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിശോധിച്ച് ഇവിടം കൊണ്ട്, ഈ സമ്മേളനം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ആത്മരോഷം എന്ന് പറയുന്നത് നമ്മളുടെ വികാരമാണ്.
ആ ചെറുപ്പക്കാരന്റെ എഴുത്തുകൾ എന്ന് പറയുന്നത് ചരിത്രം പഠിച്ചിട്ടുള്ളതാണ്. ചുമ്മാ ഒരു പാട്ട് എഴുതുന്നതല്ല. ആരെങ്കിലും എഴുതുന്ന ഒരു വരി ഏറ്റുപാടുന്ന MG ശ്രീകുമാറിനെ പോലെയുള്ള പാട്ടുകാരനല്ല ചെറുപ്പക്കാരൻ. അവൻ അനുഭവം കൊണ്ടാണ്, അവന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ്. വിയർപ്പ് തുന്നിയ കുപ്പായം, അതിൽ തന്നെ വലിയ ഒരു അർത്ഥമുണ്ട്. വിയർപ്പ് തുന്നിയ കുപ്പായം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? വിയർപ്പ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉടുപ്പില്ല, അവനിടാൻ ഉടുപ്പില്ല. വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം എന്ന് പറയുമ്പോൾ അവൻ ഉടുപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ, അവന്റെ സമൂഹം അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ, അത് മഹത്തരമായി ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനൊപ്പം നമ്മൾ എല്ലാവരുമുണ്ട്. ഒരിക്കലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലഹരിയുടെ ഉപയോഗത്തിനോ ലഹരിക്കോ ഒന്നും നമ്മൾ ഒരു തരത്തിലുള്ള ഒത്താശയും ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇരട്ട നീതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ കൃത്യമായി നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സംഘടനകൾക്ക് സാധിക്കണം. നമ്മുടെ സമൂഹത്തിന് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ ബോധമാണ് ഈ സന്ധ്യാസമയത്ത് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ നടപടികളിലൂടെ നമുക്ക് മുന്നോട്ട് പോരാൻ സാധിക്കണം. നമ്മുടെ സമരങ്ങളും തീർച്ചയായിട്ടും ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി തുടരട്ടെ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേടൻ പാട്ട് തുടരട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രവർത്തിക്കാം, വേണ്ട പിന്തുണ കൊടുക്കാം. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി കേസ് ഫയൽ ചെയ്യുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും ഇവിടുത്തെ ആ മന്ത്രിയല്ലേ ശശീന്ദ്രൻ, അദ്ദേഹത്തിന് കഴിയുമോ? അങ്ങനെ നാളെ ചെയ്താൽ തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു നീതിയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നീതി എന്ന് പറയുമ്പോൾ ഈ പുലിപ്പല്ലിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ നാം കണ്ടതാണ്, നമ്മളെല്ലാം സോഷ്യൽ ഫ്ലാഷ് ന്യൂസ് കണ്ടതാണ്. ഒരു വലിയ ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ, ഈ രാജ്യത്ത് വലിയൊരു ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെയാണ് ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ശശീന്ദ്രന് പറഞ്ഞല്ലോ തെറ്റുപറ്റിയെന്ന്. താൻ ഭരിക്കുന്ന വകുപ്പ്, ആ വകുപ്പിന് തെറ്റുപറ്റി എന്ന് പറയുന്ന മന്ത്രിക്ക് നാളെ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ സർക്കാർ നീതി നടപ്പാക്കുന്ന സർക്കാരാണ് നമുക്ക് പറയുവാൻ സാധിക്കും. അല്ലാതൊന്നും ഇവിടെ ഇനി എടുക്കാൻ പോകുന്നില്ല, എടുക്കാൻ പാടില്ല. അടുത്ത വോട്ട് വരുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കൊണ്ട് പ്രതികാരം ചെയ്യുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം. അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.